പുറത്ത് നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാലോ, അതും 1 മിനിറ്റ് കൊണ്ട്. അപ്പം ഞാനിവിടെ 2 തരത്തിലുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വെജ് സൂപ്പും ഒന്ന് നമ്മുടെ സ്വീറ്റ് കോൺ സൂപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെജ് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മുടെ വെജ് സൂപ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുക്കണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ടാകും. അപ്പം നമ്മുടെ ഇതൊരു ചെറിയ പാക്കാണ്, അതിൽ നമുക്ക് 150 മില്ലി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സൂപ്പിൻ്റെ പാക്കിനനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിലുള്ള അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അതിൽ പറഞ്ഞ ആ ഒരു അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആവുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ സൂപ്പ് റെഡിയാവും. അപ്പോൾ നമ്മുടെ വെജ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്കത് കുടിക്കാനുള്ള ടൈമാകുമ്പോഴേക്കും കുടിക്കാനുള്ള വലിയ മൂടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് എന്നാലും വീട്ടിലുണ്ടാക്കുന്ന സൂപ്പിൻ്റെ അത്രോളം വരില്ല കേട്ടോ. എന്തായാലും അത് നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു നല്ല മഴയൊക്കെ വരുമ്പോൾ നല്ലൊരു സൂപ്പൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് കേട്ടോ. അടുത്തത് സ്വീറ്റ് കോൺ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ ബൗളിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊക്കെ അതിൽ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് വെക്കുക. നമ്മുടെ സൂപ്പ് റെഡിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്നൊരു സൂപ്പൊക്കെ കുടിക്കാനുള്ള ഒരു മൂഡ് വരുന്ന സമയത്ത് നമുക്കിതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഒരു പൂതി എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് തന്നെയാണ്. അപ്പോൾ ഈ മഴയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.